ശ്രീ ബി എൻ അസ്കർ, ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ വെബ്സൈറ്റിൽ ഒരു വാർത്താക്കുറിപ്പ് ഇടപെട്ടുണ്ട്. ഓപ്പറേഷൻ CMDRF എന്നൊരു ഒരു വാർത്താക്കുറിപ്പാണ്. അതിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള വിജിലൻസിൻ്റെ കണ്ടെത്തലാണ്. ആ വാർത്ത വന്ന കാലത്ത് ഞാൻ പറഞ്ഞൊരു ഇൻട്രോ ഈ കഴിഞ്ഞ വയനാടൻ കാലത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ നമ്മളെ കേരള വിരുദ്ധനാക്കുകയും വൃത്തികെട്ടവനാക്കുകയും ചെയ്തു. അതുപോട്ടെ, വാർത്താവഴിയിലെ കല്ലും മുള്ളും. ആ വാർത്താക്കുറിപ്പ് ഇപ്പോഴും കിടപ്പുണ്ട് സർക്കാർ വെബ്സൈറ്റിൽ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓപ്പറേഷൻ CMDRF തുടർ പരിശോധനയിലും ദുരിതാശ്വാസ നിധി ഫണ്ട് തട്ടിപ്പ് വിജിലൻസ് കണ്ടെത്തി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനർഹർക്ക് ധനസഹായം കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ CMDRF വ്യാപക പരിശോധന അതിൽ പറയും. ഇന്നലെയും ഇന്നുമായി നടത്തിയ തുടർ പരിശോധനയിലും വിജിലൻസ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളതുമാകുന്നു. അതിൽ തുടർന്ന് പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: മിന്നൽ പരിശോധനയിലും തുടർ പരിശോധനകളും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് അനർഹർക്ക് നൽകാൻ ഇടയാക്കിയതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് എബ്രഹാം IPS അറിയിച്ചു. അങ്ങനെ ശുപാർശ കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്കറിയാവോ? ആ ശുപാർശയുടെ പേരിൽ എത്ര ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ പവിത്രമായ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയല്ലേ, അതിൽ തട്ടിപ്പ് നടത്തി എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തി എത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്ന് ഹസ്കറിന് അറിയാവോ? പിന്നെയല്ലേ ഇത് ശ്രീ ഹസ്കർ? ഹാഷ്മി, പലപ്പോഴും ഇത്തരം നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് പോലെ പല ഘട്ടങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. CMDRFനെ സംബന്ധിച്ച് നേരത്തെ വന്നിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ CMDRFിലേക്ക് നേരിട്ട് ഹർജികൾ നൽകണം എന്നുള്ള അർത്ഥത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തരം അന്വേഷണങ്ങൾക്കൊടുവിലാണ്. നമുക്ക് പിഴവ് പറ്റുമ്പോൾ മാത്രമാണ് ആ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നും ആ പിഴവിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിൻ്റെ ഒരു ചിന്തകളിലേക്ക് പോകാറുള്ളത്. ഇവിടെ നല്ല കാര്യം, പക്ഷെ തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദുരിതാശ്വാസ ഈ പറയുന്ന ക്ഷേമ പെൻഷനേക്കാൾ കൂടുതൽ ഗുരുതരമാണ് ആ തട്ടിപ്പ്. അതിൽ പറയുകയാണ് എന്താണ് എന്താണ് ഇതിൽ എന്താണ് ഒരു ടീമിനെ പറ്റി പറയുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ പരിശോധനകളിലും CMDRF ഫണ്ട് അനർഹർക്ക് ലഭിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഒരുക്കി ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ, ഏജന്റുമാർ തുടങ്ങിയവരെ പറ്റി വിശദമായ തുടരന്വേഷണങ്ങൾ നടത്തുന്നതാണെന്നും വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് എബ്രഹാം അറിയിച്ചു. ഒരു വലിയ നെറ്റ്വർക്കിനെ പറ്റി മനോജ് എബ്രഹാം വിജിലൻസ് കണ്ടെത്തിയ കാര്യം സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. ആ വാർത്താക്കുറിപ്പ് നമുക്കാർക്കെങ്കിലും അറിയാവോ ആ നെറ്റ്വർക്ക് പൊട്ടിച്ച കാര്യം? ആ നെറ്റ്വർക്കിൽ എത്ര ഡോക്ടർമാർ, എത്ര ഉദ്യോഗസ്ഥർക്ക് നടപടി ഉള്ള കാര്യം നമുക്കാർക്കെങ്കിലും അറിയാവോ ശ്രീ അസ്കർ? ആഷ്മി, നമ്മൾ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു വലിയ പിശക് എന്ന് പറയുന്നത്, നാം ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആദ്യ ദിവസങ്ങളിലെ കൗതുകം കൊണ്ടും അതിൻ്റെ ആകാംക്ഷകൾ കൊണ്ടും നമ്മൾ പലപ്പോഴും ആ വാർത്തകൾക്ക് പിന്നാലെ ഇങ്ങനെ യാത്ര ചെയ്യും. പക്ഷേ എന്നാൽ തുടർ നടപടികൾ ചെയ്യാതെ അത് പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ തന്നെയാണ് സ്വാഭാവികമായും. മാത്രമല്ല, നമുക്കറിയാം ഈ സർവീസ് സംഘടനകളെന്ന് പറയുന്നത് ഈ മറ്റേതൊരു വിഭാഗങ്ങളിലേക്കാളും ഉപരി ഏറ്റവും ശക്തവുമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും സർവീസ് സംഘടനകളെ മറികടന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ നടപടിയെടുക്കുന്നതിന് ഏതൊരു സർക്കാരിനും ചില വിമുഖതയുണ്ടാവും. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ സാധാരണ മനുഷ്യൻ്റെ പോക്കറ്റടിച്ച മനുഷ്യരെ ഒരു സർവീസ് സംഘടനയെ സംരക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇപ്പോൾ CMDRFിലെ ക്രമക്കേടുകളാണെങ്കിലും ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷനിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളിലും അർഹരായിട്ടുള്ള അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് സത്യസന്ധമായി ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടി ആവശ്യമാണെന്നിരിക്കെ അവരത്തരത്തിൽ തന്നെ പെരുമാറും. അതാണ് സർവീസ് സംഘടനകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അല്ലാതെ മറിച്ചൊരു തീരുമാനത്തിന് സർവീസ് സംഘടനകൾ നിൽക്കും എന്നൊരു തോന്നൽ ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും ആഗ്രഹം ഈ കള്ളനാണയങ്ങളെ, ഈ നികൃഷ്ട ജീവികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പച്ചയ്ക്ക് തുണിയുരിഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് സത്യസന്ധമായി ജോലി ചെയ്യുന്ന മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആത്മാഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ഇവരിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്ന സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കും. നാളെ ജനം ഇവരെ കല്ലെറിയാൻ പോലും മടിക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് മാറും. കാരണം ഇത്തരം കൊള്ളരുതായ്മ ചെയ്യുന്ന ആളുകളെ അത്തരത്തിൽ ഇവരെ സമൂഹത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ സമൂഹത്തിൽ വില കൽപ്പിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാധാരണ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവും. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണ മനുഷ്യരാണ്. അത്രത്തോളം നികൃഷ്ടമായ നികൃഷ്ടമായ പണി ചെയ്താൽ അവരെ നേരിടേണ്ടതും അങ്ങനെ. ഇപ്പം നമ്മൾ നിയമം കൈയെടുക്കാൻ പറയുന്നതല്ല, പക്ഷേ നമ്മുടെ മനോഭാവം അത്രത്തോളം അവരെ കാണുന്ന അങ്ങനെ തന്നെ ആവില്ല. അക്കാര്യം തർക്കമില്ല. ഞാൻ എത്താം ശ്രീ ഭാസ്കർ.